PM ശ്രീ വിഷയത്തിൽ AKG സെന്ററിൽ നടന്ന വളരെ പ്രധാനപ്പെട്ട ചർച്ചകൾ അവസാനിച്ചു എന്നാണ് വരുന്ന വിവരങ്ങൾ. CPI നേതാക്കൾ MN സ്മാരകത്തിലേക്ക് മടങ്ങി എന്നുള്ളത് കൂടിയുണ്ട്. ഷീജ വിവരങ്ങളുമായി ചേരുകയാണ്. ഷീജ, ഇന്ന് രാവിലെ മുതൽ ഇതുമായി ബന്ധപ്പെട്ട് ഇരു പാർട്ടികളും വളരെ പ്രധാനപ്പെട്ട ആലോചനകളിലായിരുന്നു. അല്പം മുമ്പ് AKG സെന്ററിലേക്ക് CPI നേതാക്കൾ എത്തുകയായിരുന്നു. അതിനുശേഷം അവിടെ ഇരു പാർട്ടിയുടെയും നേതാക്കൾ കൂടിയാലോചനകളും ചർച്ചകളുമായിരുന്നോ? എന്താണ് മനസ്സിലാക്കേണ്ടത്? എന്തൊക്കെയാണ് വരുന്ന വിവരങ്ങൾ? മന്ത്രി GR അനിൽ MN സ്മാരകത്തിന് അതെല്ലാം സെക്രട്ടറി പറയും. എല്ലാം നല്ലതാണ് ആകണമെന്നാണല്ലോ നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത്. അല്ല, അങ്ങനെ ഒരു വിഷയം നമ്മളാരെങ്കിലും പറഞ്ഞോ? പോകില്ലാതെ പറഞ്ഞിട്ടില്ലല്ലേ? ആരെങ്കിലും പറഞ്ഞോ? നിങ്ങൾ അങ്ങനെ ഒരു വാക്ക് നമ്മൾ ആരെങ്കിലും പറഞ്ഞോ? എന്തായാലും നന്നായി കാര്യങ്ങൾ അവസാനിക്കുന്ന മാധ്യമങ്ങളുണ്ടാക്കിയ പ്രശ്നങ്ങളാണെന്ന് കൂടെ ഇല്ല, അങ്ങനെ പറയില്ല, അങ്ങനെ പറയില്ല, അങ്ങനെ ഒരിക്കലും പറയില്ല. മാധ്യമങ്ങളോട് അങ്ങ് തടസ്സം നമ്മളങ്ങനെ പോകില്ലെന്ന് പറഞ്ഞോ? ഞാൻ എൻ്റെ നാവിൽ നിന്ന് കേട്ടതായിട്ട് നിങ്ങൾക്ക് തോന്നിയ ആരുടെ നാവിൽ നിന്നും അങ്ങനെ കേട്ടിട്ടില്ല. ഏതായാലും നിലവിലിപ്പോൾ AKG സെന്ററിലെ യോഗത്തിന് ശേഷമാണ് CPI നേതാക്കൾ തീർച്ചയായും ശരത്ത്, അതായത് AKG സെന്ററിലെ യോഗത്തിന് ശേഷമാണ് ഇപ്പോൾ CPI നേതാക്കൾ ഇവിടെ MN സ്മാരകത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഇത്തരത്തിൽ പല വാർത്തകൾ ഈ വിഷയവുമായി PM ശ്രീയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രചരിക്കുന്നുണ്ട്. അതിൽ ഒന്നെന്ന് പറയുന്നത് ഇന്ന് വൈകിട്ട് 3:30 ചേരുന്ന മന്ത്രിസഭാ യോഗത്തിൽ CPIയുടെ മന്ത്രിമാർ പങ്കെടുക്കില്ല എന്നുള്ളതാണ്. പക്ഷേ അങ്ങനെ ഞങ്ങളാരും പറഞ്ഞിട്ടില്ല എന്നുള്ള കാര്യമാണ് ഇപ്പോൾ മന്ത്രി GR അനിൽ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതായാലും PM ശ്രീയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില ആശയക്കുഴപ്പങ്ങൾ CPIയിൽ ഉണ്ടായിരുന്നു, CPM-ഉം CPI-ക്കിടയിൽ ഉണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ ചർച്ച ചെയ്ത് കാര്യങ്ങൾ പരിഹരിക്കും എന്നുള്ള കാര്യം ജനറൽ സെക്രട്ടറി MA ബേബി തന്നെ നേരത്തെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഇന്ന് അതിന്റെ ഭാഗമായി തന്നെയാണ് CPIM-ഉം CPI-യും തമ്മിലുള്ള കൂടിയാലോചനകൾ ഇതിന്റെ ഭാഗമായി നടന്നത്. രാവിലെ തന്നെ AKG സെന്ററിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ, അതോടൊപ്പം തന്നെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ, കൂടാതെ LDF കൺവീനർ TP രാമകൃഷ്ണൻ എന്നിവർ ജനറൽ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ തന്നെ യോഗം ചേർന്ന് കാര്യങ്ങൾ വിലയിരുത്തിയിരുന്നു. അതിനുശേഷം ഇവിടെ MN സ്മാരകത്തിലാകട്ടെ, MN സ്മാരകത്തിൽ രാവിലെ തന്നെ നേതാക്കൾ എത്തിയിരുന്നു. അതിനുശേഷമാണ് ഇവിടെ നിന്നും CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും അതോടൊപ്പം തന്നെ മന്ത്രി K രാജൻ, സുധീർ അടക്കമുള്ളവർ അവിടെ AKG സെന്ററിലേക്ക് എത്തുകയും മുഖ്യമന്ത്രിയും ജനറൽ സെക്രട്ടറിയും സംസ്ഥാന സെക്രട്ടറിയും ഒക്കെയായി കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും ഇതിലൂടെ ഉയർന്നു വന്നിട്ടുള്ള ആശങ്കകൾ പരിഹരിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളത് തന്നെയാണ് സർക്കാർ CPIM ഇതിലൂടെ ലക്ഷ്യമിടുന്നത് എന്നുള്ള കാര്യം നേരത്തെ തന്നെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. അതിന്റെ ഭാഗമായിട്ടുള്ള ചർച്ചകളും കൂടിയാലോചനകളും തന്നെയാണ് ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നത്. ഏതായാലും ഇനിയിപ്പോൾ ചേരാനിരിക്കുന്നത് CPIയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗമാണ്. അത് അല്പസമയത്തിനകം തന്നെ ഇവിടെ MN സ്മാരകത്തിൽ ആരംഭിക്കുന്നതായിരിക്കും. ശരി, ഷീജയാണ് വിശദാംശങ്ങൾ നൽകിയത്.